ഞങ്ങൾ വോട്ട് ഞങ്ങൾ തീരുമാനിക്കും. വോട്ട് ആർക്ക് ചെയ്യണം ഞങ്ങൾ തീരുമാനിക്കും. ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ മൂന്നും കള്ളന്മാരാണ്. പാലത്തിനൊരു തീരുമാനം എടുക്കാതെ വോട്ടിടാൻ ഞങ്ങളുടെ ഈ വലിയ തുറമുഖത്തുള്ളവരാരും പോകില്ല. ഈ പാലം മാത്രമാണ് ഞമ്മക്കുള്ളത്. ഈ പാലം ഇല്ലെങ്കിൽ വലിയോറത്തെ ജനങ്ങളെ ഇല്ല. ഈ നിമിഷം ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരാൻ ധൈര്യമുണ്ടാ? ഞങ്ങളുടെ വിശപ്പും ഞങ്ങളുടെ ദാഹവും എല്ലാം കടിച്ചു പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. പാവങ്ങളുടെ കണ്ണുനീര് കണ്ടാൽ പോലും അവർ തിരിഞ്ഞു പോകത്തില്ല. നമ്മുടെ വോട്ടൊരു വിലയേറിയ ഒരു വോട്ടാണ്. അത് 10 രൂപ പോലും വാങ്ങിക്കാതെ ഇട്ട് കൊടുക്കാനുള്ള വോട്ട്. നമസ്കാരം, തനിനിറത്തിലേക്ക് സ്വാഗതം. ഞാൻ നീതു യുവി. എനിക്ക് പിന്നിൽ കാണുന്നതാണ് വലിയതുറ പാലം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ പാലം കടൽക്ഷോഭത്തിൽപ്പെട്ട് രണ്ടായി പിളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ പാലത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികള് ദിനം പ്രതി മത്സ്യം ശേഖരിക്കുന്നതും ഈ പാലം വഴിയാണ് അവരതിനെ കൊണ്ടുവരുന്നത്. ഇപ്പോ അതിന് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ തീരദേശവാസികള്. വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ചേട്ടാ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കും എന്നാണ് ചേട്ടന് തോന്നുന്നത്? ചേട്ടൻ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ മൂന്നും കള്ളന്മാരാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന മൂന്നും പച്ച കള്ളന്മാർ. ഈ തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരൊറ്റ വക ചെയ്യാത്ത ജാതികളാണ് ഈ 3 ജാതി. ഇവർ 3 പേര് ഇവിടെ നിൽക്കുന്നത് നാശത്തിന്. ഇതേ നമുക്ക് പറയാനുള്ളൂ. അപ്പം ആർക്ക് വോട്ട് കൊടുക്കുന്നില്ല? നമ്മൾ വോട്ട് കൊടുക്കുന്നില്ലെന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഈ പാലത്തിന്റെ പണി ആര് ചെയ്തു തരും അവർക്ക് വോട്ട് ചെയ്യും? മാത്രമല്ല, പാലത്തിന്റെ പണി മാത്രം ചെയ്താൽ ഇവിടെ നാട് നല്ലാവൂല. പാലത്തിന്റെ പണി ചെയ്യും തോറും പാലം ഇടിഞ്ഞിട്ട് തന്നെ പോകും. കാര്യം ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഭവനമാണ്. അത് നമുക്ക് ഒരു ഉപകരണ സാധനമായിട്ട് ഈ ആനേടി സമയത്തൊക്കെ നമുക്ക് വേണ്ടി ഈ പാലം മാത്രമേ ഉള്ളൂ. കർക്കിടകത്തിൽ ഈ പാലം മാത്രമാണ് നമുക്കുള്ളത്. ഈ പാലം ഇല്ലെങ്കിൽ വലിയോറത്തെ ജനങ്ങളെ ഇല്ല. ഞങ്ങളുടെ വോട്ട് ഒരേ സ്ഥാനാർത്ഥിയുടെ പിറക്കെ ഒരേത്തമാര് നടന്നു. ഞങ്ങളുടെ വോട്ട് കോടികൾക്ക് വിൽക്കുകയാണ്. ഇല്ലെന്ന് ആരെങ്കിലും പറയട്ടു. അവൻ കോടി വാങ്ങിക്കുന്ന ഇവിടെ 5-6 കുപ്പി കൊണ്ടുവന്ന് 10-30 കുപ്പിയിൽ വെള്ളവും ഒഴിച്ച് ഒരേ കോട്ടറങ്ങും കൊടുക്കുമ്പോൾ കടപ്പുറത്താറ് തെമ്മാടികള് അത് കുടിച്ചിട്ട് വോട്ടിടുന്നു. അതിന്റെ ആവശ്യം എന്തരാണ്? എത്രേ വർഷത്തിനുള്ള ആദ്യത്തെ പാലം പൊട്ടിയ കുറ്റി ഉണ്ടായിരിക്കുന്നത് ഇത് 2ാമത്തെ പാലമാണ്. പാലം ഒടിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്ന് എന്തെന്ന് ചോദിക്കൂല. എന്തുകൊണ്ട് ചോദിക്കൂല? മത്സ്യത്തൊഴിലാളി അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നൊരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞു. പാലത്തിനൊരു തീരുമാനം എടുക്കാതെ വോട്ടിടാൻ ഞങ്ങളുടെ ഈ വലിയ തുറമുഖത്തുള്ളവരാരും പോകില്ല. ഇത് ഇന്നലെ മറ്റതല്ല. ഈ പാലം 2ാമത്തെ പാലം. ആദ്യത്തെ പാലത്തിന്റെ കുറ്റിയണ്ട അത് ഒടിഞ്ഞ് കപ്പൽ വന്ന് ഇടിച്ചാണ് പാലം ഒടിഞ്ഞത്. അതിനുശേഷം ഒറ്റ പാലമാണ്. അവൻ എന്തുകൊണ്ടാണ് ഈ പാലത്തിന് ഒരു തീരുമാനം എടുക്കാത്തത്? മത്സ്യത്തൊഴിലാളിക്ക് എന്തരാണ് ചെയ്യുന്നത്? എത്രേ ജീവിക്കാൻ മാർഗമില്ലാത്തവർ ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. ഗുളിക വാങ്ങിക്കാൻ എത്രത്തോളം മെഡിക്കൽ സ്റ്റോറുകാരൻ കടം തരും. ഇത് ചെയ്യുന്ന ഞാനും കടമാണ് വാങ്ങിക്കുന്നത്. പെൻഷൻ കിട്ടിയാത്താരുമേ എന്ന് ഇതിൽ ലാഭം കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതൊന്നും സർക്കാർ തിരക്കുന്നില്ല. അവൻ കയറുന്നു, അവൻ എല്ലാം നുള്ളിപ്പിറക്കി അവൻ കൊണ്ടുപോകുന്നു. ഇവൻ കയറുന്നു, ഇവൻ എല്ലാം നുള്ളിപ്പിറക്കി കടമെന്ന് പറഞ്ഞുകൊണ്ട് കടവും വച്ചോണ്ട് ഇവൻ കൊണ്ടുപോകണം. ഇങ്ങനെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുമ്പോ മത്സ്യത്തൊഴിലാളിക്ക് എന്തരാണ് ചെയ്യുന്നത്? ഞങ്ങൾ വോട്ട് ഞങ്ങൾ തീരുമാനിക്കും. വോട്ട് ആർക്ക് ചെയ്യണം ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് വികസനമാണ്. ആ വികസനം ആര് തരുമോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. പക്ഷെ ഈ നിമിഷം വരെ എന്താണെന്ന് ചോദിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് വന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ എങ്ങനെ വോട്ട്? ഇവിടെ ഇലക്ഷൻ വേണോ ഞങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ തീരുമാനിക്കും. തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളായ കച്ചവടക്കാരികളും മത്സ്യം പിടിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും തീരുമാനിക്കും ഇവിടെ ഈ നാട്ടിൽ ഇലക്ഷൻ വേണോന്ന്. അതായത് ഞങ്ങളുടെ വിശപ്പും ദാഹവും അടക്കുന്ന കടലമ്മയും തീരെഴുതി കൊടുത്ത്, അദാനിക്ക് തീരെഴുതി കൊടുത്ത്, പാലവും ഇപ്പൊ തീരെഴുതി കൊടുക്കാൻ പോണു. മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ പറയുന്നത്? എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി. ആദ്യം എവിടെ വരി? ഞങ്ങളുടെ മുമ്പിൽ വരി. ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ രാവണ കൊണ്ട് പ്രസരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ മുമ്പിൽ വരി. വന്നിട്ട് പറയും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയും. എന്ന് വരാത്ത ധൈര്യം ഉണ്ട് ഇറങ്ങി വരാം.
ഈ നിമിഷം ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരാൻ ധൈര്യമുണ്ടാ? ഞങ്ങളുടെ വിശപ്പും ഞങ്ങളുടെ ദാഹവും എല്ലാം കടിച്ചു പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. നമ്മള് പണ്ട് പാരമ്പര്യമായിട്ട് ഇട്ടോണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ ഇടുവോ? അപ്പൊ ഇപ്പോഴ് ആ ഒരു ഓട്ടം ഇടാൻ പോകില്ല. കാരണം ഞങ്ങൾക്ക് വിശപ്പും കാര്യത്തിനും പിന്നെ ഇപ്പൊ പെൻഷൻ പോലും കൊടുക്കുന്നില്ല. അപ്പൊ എങ്ങനെ ജനങ്ങൾ ജീവിക്കും? കടൽപ്പുറത്ത് മീനുകൾ കുറവ്, ഇപ്പൊ പാലം ഒടിഞ്ഞു പോയി. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ അവരെ ഒരു പ്രതിഫലം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഇറങ്ങണം? ഇപ്പൊ എല്ലാ ഭൂരിപക്ഷമായിട്ട് ഇത് നമ്മളെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ആര് വന്നാലും വോട്ട് ഇടൂലെന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള ഇതിപ്പോ 7 മാസം വരെ ഈ വയസ്സ് ചെന്നവരും രോഗികളും പല ഭവനങ്ങളിലൊക്കെ വയ്യാതെ കിടക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് കൊണ്ട് ഒരു ആനുകൂല്യം ഇല്ല. കൊടുക്കുമെന്ന് പറഞ്ഞ പൈസ പോലും കൊടുക്കാതെ ഇട്ടിരിക്കുന്നു. ഇപ്പം അവർക്ക് പൈസ ഇല്ലെന്ന് പറയുമ്പോൾ പാവങ്ങൾക്ക് എവിടെ നിന്ന് പൈസ വരും? ഈ കടപ്പുറം കൊണ്ട് ജീവിക്കുന്നവർ. അതുകൊണ്ട് മോളെ പിന്നെ ഇപ്പം വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നത്. വോട്ടിട്ട് കൊടുക്കുന്നത് വലിയ സംശയമായിട്ടിരിക്കുന്നു. ഞാൻ അവരൊരു കുപ്പി കൊണ്ട് കൊടുക്കും, അവർക്ക് വയറ് നിറച്ച് ആഹാരം മേടിച്ചു കൊടുക്കും. ആണുങ്ങൾ അതോടെ തീർന്നു. അവരെ കുടുംബം എങ്ങനെ ജീവിക്കും? അവർ മക്കളുണ്ട്, കുട്ടിയുണ്ട്, അവർ വലിയ പ്രയാസത്തിലൊക്കെ ജീവിക്കുന്നവരാണ്. അവരെ ഈ ആണുങ്ങളെ എങ്ങനെയെങ്കിലും അവരെ കുപ്പിയിലാക്കും. അവർക്ക് പിന്നെ ബ്രാൻഡി വാങ്ങിച്ച് കൊടുത്തിട്ട്. അപ്പോൾ അവർക്കൊരു വോട്ട് കിട്ടണം. നമ്മുടെ വോട്ടൊരു വിലയേറിയ ഒരു വോട്ടാണ്. അത് 10 രൂപ പോലും വാങ്ങിക്കാതെ ഇട്ട് കൊടുക്കാനുള്ള വോട്ടാണ്. അതുകൊണ്ട് വയർ നിറച്ചിട്ടും കുടിച്ചിട്ടും മദ്യത്തിന് വേണ്ടി അടവപ്പെട്ട് നമ്മൾ ചെയ്യില്ല. നമ്മുടെ ആണുങ്ങൾ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ മരുമക്കളും എൻ്റെ മക്കളൊക്കെ ഉണ്ട്. ഒരു 6-7 വോട്ടൊക്കെ ഉണ്ട്. അത് അവർ നല്ല മാന്യമായിട്ട് തന്നെ ഇട്ടു കൊടുക്കും. അപ്പൊ ഇപ്പം ആർക്കും വോട്ട് ചെയ്യില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആരും വേണ്ട, ഒരു മന്ത്രിയും വേണ്ട, ഒരു സ്ഥാനാർത്ഥിയും വേണ്ട. അവനവൻ്റെ കഴിവുകൊണ്ട് അവർ ജീവിക്കട്ടെ. അതെ, ഒരു മന്ത്രി നമുക്കില്ല. എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വിടും, അല്ലെങ്കിൽ പോവില്ല. ഒറ്റ കെട്ടായിട്ടിരിക്കുകയാണ്. പാലം കെട്ടിയില്ലെങ്കിൽ ഒരു ഈച്ച് ആരും മൂടോടെ കവരത്തോടെ ഇറങ്ങൂല. അവരുടെ കുടുംബം വളർത്താനും അവര് കൊള്ളയടിക്കാനും വേണ്ടിയുള്ള പാർട്ടിക്കാർ ജയിച്ച് മുന്നിൽ വരാൻ പാടില്ല. ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അവർ വോട്ട് ജയിച്ച അവർ പറയും ഞങ്ങൾ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, മറ്റത് ചെയ്തു തരാം. പക്ഷെ സമയമാകുമ്പോൾ അവർ ജയിച്ച അവരെ വീട്, അവരെ കുടുംബം, അവരെ സഹോദരങ്ങൾ, വേറെ ആരും ഇല്ല. വേറെ അവരാരും തിരിഞ്ഞു നോക്കത്തില്ല. ഒരാൾ തലതിറങ്ങി വീണാൽ പോലും അവർ കണ്ടിട്ട് കാറും പോയാൽ പോലും ഗിടിച്ച് കയറ്റിയിട്ടിട്ട് അവർ പോകും. അവരെ പാടെന്നും പറഞ്ഞു അവരാരെയും തിരിഞ്ഞു നോക്കത്തില്ല. പാവങ്ങളുടെ കണ്ണുനീര് കണ്ടാൽ പോലും അവർ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനത്തെ ഇന്ന് ജയിക്കുന്നവരാണ്. ഇന്ന് അവർ ജയിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് പിച്ച എടുക്കേണ്ട രീതിയായി. പിച്ച എടുക്കുന്നു. ഇന്ന് നല്ല മക്കളെയൊക്കെ കൊണ്ട് ഓരോ വീഴ്ചയിൽ കൊണ്ട് തള്ളിയിട്ടാൽ അവരത് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു വീഴ്ച വന്ന ഒരു വീട്ടിൽ ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇതെന്തുകൊണ്ട് ഈ വീഴ്ച വന്ന് അവർ വാർത്ത കാണുക. അപ്പൊ എന്തുകൊണ്ട് ഈ വീഴ്ച പറ്റി എന്തു പോയി ആ ഭവനത്തെ അവർ തിരിഞ്ഞു കേൾക്കുന്നില്ല. ഒരു മരണം സംഭവിച്ച പോലെ അവരെന്താണെന്ന് തിരിയുന്നില്ല. അവർ ആ നേരം ഒത്തിരി വരും, ഒരു ആരം വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് പോകും, അവരെ പാടേന്ന് പറഞ്ഞിട്ട് അവരെ വാത്സല്യം തീർന്നു. പാവങ്ങളായ ഞങ്ങൾ കണ്ണീര് പിടിച്ച് ഇവിടെക്കാരെ നശിക്കുന്നു. കടപ്പുറത്ത് മത്സ്യം ഇല്ല, കടപ്പുറത്ത് മത്സ്യം പോലെ ഇല്ല. അതുകൊണ്ട് നമ്മൾ നശിച്ച് നരവാല കിട്ടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ വോട്ടിടാൻ ഒരു താല്പര്യവും ഇല്ല, വോട്ടിട്ട് കൊടുക്കാൻ. ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികള് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏത് പാർട്ടിയാണോ അവർക്ക് പാലം നിർമ്മിച്ചു കൊടുക്കുന്നത്, അതുപോലെ പുലിമുട്ട് നിർമ്മിച്ച് നൽകുന്നത് അവർക്കായിരിക്കും ഈ ഇവിടെയുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ മുഴുവൻ വോട്ട് എന്നുള്ള കാര്യമാണ്. എന്തു തന്നെ ആയാലും വലിയതുറ പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് തനിനിറത്തിന് വേണ്ടി പറയാനുള്ളത്. വലിയതുറ നിന്നും നീതു യുവി.